എറണാകുളം കല്ലാല എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായി. കെട്ടിടങ്ങളുടെ ഭിത്തിയും വാതിലും തകർത്തു. അംഗൻവാടി കെട്ടിടത്തിനും കേടുവരുത്തി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ കല്ലാല എസ്റ്റേറ്റിലെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കാണോ കേടുപാട് സംഭവിച്ചിട്ടുള്ളത്? മനുഷ്യജീവൻ ആപത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, നിലവിൽ മനുഷ്യജീവന് അപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ലേബർ ലൈൻസിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടി കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ലേബർ ലൈനുകളിൽ രാത്രി തൊഴിലാളികൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് വലിയൊരു അപകടമുണ്ടായിരുന്നത്. ആ സമയത്ത് സാധാരണ തൊഴിലാളികൾ ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെയെങ്കിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിന് അവരും ഇരയാകുമായിരുന്നു. കേടുവന്ന ലേബർ ലൈനുകൾ അടിയന്തരമായി നന്നാക്കണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കാലടി പ്ലാന്റേഷൻ തൊഴിലാളികളിൽ നിന്നടക്കം ഇത്തരം ഒരു ആവശ്യം പല ഭാഗങ്ങളിൽ, എറണാകുളം ജില്ലയുടെ തന്നെ പല മേഖലകളിൽ കാട്ടാനക്കൂട്ടങ്ങളുടെ ആക്രമണം ഒരു തുടർ സംഭവമാവുകയാണ്. ഇതിൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു. നേര്യമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ച സംഭവം മാർച്ചിലാണ് ഉണ്ടായത്. അത് നേര്യമംഗലം കാഞ്ഞിരവേലി സ്വദേശിയായ ഇന്നലെയായിരുന്നു അന്ന് മരിച്ചത്. അവർക്ക് ഓടി രക്ഷപ്പെടാൻ പോലും കഴിഞ്ഞിരുന്നില്ല. സമാനമായ ആക്രമണങ്ങൾ സ്കൂളുകൾക്ക്, ഇപ്പോൾ അങ്കണവാടിയാണ് ആക്രമിക്കപ്പെട്ടതെങ്കിൽ സമാനമായി തന്നെ മുമ്പും സ്കൂളുകൾക്ക് നേരെയും ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എറണാകുളം എടമലയാർ ഗവൺമെന്റ് UP സ്കൂളിന് നേരെ കാട്ടാനക്കൂട്ടം ആക്രമണം നടത്തിയത് ഒരു വർഷം പിന്നിടുകയാണ്. സ്കൂളിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അവിടെ ഒരുക്കിയ, പുറത്ത് വിദ്യാർത്ഥികളുടെ പഠനത്തിനായി പഠന സൗകര്യാർത്ഥം ഒരുക്കിയ സൗകര്യങ്ങളെല്ലാം തന്നെ ആനകൾ, കാട്ടാനക്കൂട്ടം നശിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ തുടർച്ചയായി കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നോ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നോ കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന ഒരു പരാതിയും ഇപ്പോൾ ശക്തമാണ്. ലക്ഷ്മി.